കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് പോലും ഇതുവരെ എന്നെ കാണിച്ചിട്ടില്ല. അത് കാരണം ഈ പ്രാവശ്യത്തെ കണക്ക് മര്യാദക്ക് കാണിച്ചിട്ട് പരിപാടി തുടങ്ങിയാൽ മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ വർഷത്തെയും പോലുള്ള അവാർഡാണോ ഇന്ന് ഇവിടെ നടക്കുന്നത്? അല്ല, സൂപ്പർ താരങ്ങളല്ലേ വന്നത്? ആണോ? അവരുടെ ഹോട്ടൽ ചാർജ് എന്തൊക്കെ ചെലവാണ്? ചെലവുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് തരണം. അത് തരാം, ഇത് കഴിഞ്ഞിട്ട് തരാം. ഉറപ്പാണല്ലോ? വെട്ടിക്കരുത്. പ്രസിഡന്റിനെ പറ്റിയിട്ട് എല്ലാരും അങ്ങനെ ഒരു ചീത്തപ്പേര് പറയുന്നുണ്ട്, വെട്ടിക്കുന്നുണ്ട്. ശരി. ഹലോ, നമസ്കാരം. നമസ്കാരം. എവിടം വരെ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പരിപാടി? ഒരിടത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി അവിടെ എന്താ പരിപാടി? എന്നത് ഈ ഫ്ലോറിൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങാൻ പോകണം. അതിന് മുമ്പ് എന്താ പരിപാടി? അല്ല, അതൊക്കെ പെർമിഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് പെർമിഷൻ? ഞങ്ങളെ കൊല്ലത്തുള്ള കൊല്ലം കുണ്ടറയിലുള്ള സിനിമാറ്റാക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബിൽ നിന്ന് വരിക. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ഫിലിമിന്റെ ഒക്കെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ വർഷം ഞങ്ങൾ നല്ല വിപുലമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ സിനിമാ താരം സൂപ്പർ താരങ്ങളാണ് വരണം. അപ്പൊ ഇവര് വരാൻ നേരത്തെ ഇച്ചിരി ചെലവ് കൂടുതലാണ്. അപ്പൊ പുറത്ത് വെച്ച് ഞങ്ങൾക്ക് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്. അതെ, അത് മാത്രല്ല ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ എല്ലാരും കാണുന്ന പരിപാടിയല്ലേ. അപ്പൊ ഇവിടെ വെച്ച് നടത്തുവാണെങ്കിൽ അത് ഞങ്ങളുടെ ക്ലബിനും കൂടെ അതൊരു നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സാറിനോട് ചോദിച്ചു. ഡയറക്ടർ സാറിനോട് ചോദിച്ചാൽ 10 മിനിറ്റ് അവാർഡ് കൊടുക്കുക, പോവുക. പിന്നെ ഇവിടെ വന്നവരുടെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സൂപ്പർ താരങ്ങളാണ് വന്നതുകൊണ്ടേ ബെസ്റ്റ് പെർഫോമർ തീരുമാനിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാട്. ഞങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. എപ്പോഴും പ്രസിഡന്റിന് ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെടും, അങ്ങനെയെങ്കിൽ ഞങ്ങൾ കൊടുക്കും. പക്ഷെ ഈ പ്രാവശ്യത്തെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ നാഷിക, പക്രുചേട്ടൻ, ബാലസാറ് എല്ലാവരും ഒക്കെ ഇരിക്കുമ്പോ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന് തർക്കം ഉണ്ടാവില്ല. നിങ്ങൾ ഈ അവാർഡ് നിർത്തി വെച്ചിട്ട് അവർ വന്ന് എടുത്തോണ്ട് പോകുന്നല്ലേ നല്ലത്. ബൊഫേ സിസ്റ്റം പോലെ. പിന്നെ അവര് തമ്മിൽ അവിടെ കിടന്നടി കൂടില്ലേ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലബിൽ നിന്ന്, ലോക്കൽ ക്ലബിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ താരങ്ങളൊക്കെ വരും. അല്ല, അത് അയ്യോ, അങ്ങനത്തെ ലോക്കൽ ക്ലബ് ഒന്നും അല്ല. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ലോക്കലായിട്ട്. നിങ്ങൾ എന്തായാലും പൊളിക്കുക, എന്തായാലും. അപ്പൊ ഓരോരുത്തരായിട്ട് ഇവിടെ നിൽക്കാം. നോമിനേഷൻ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വിളിച്ചാലോ? ആദ്യത്തെ നോമിനേഷൻ, ഫസ്റ്റ് നോമിനേഷൻ നോക്കണം. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയുമില്ല. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. പ്രിയമുള്ളവരെ, KGF എന്ന ഒറ്റ സിനിമയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ പ്രിയപ്പെട്ട റോക്കി ബായ് ആയി എത്തുന്നു യാഷ്. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയുമില്ല. Violence, violence, violence. I don't like it, but violence likes me. ഇവിടെ ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത നോമിനേഷൻ വിളിച്ചാലോ? അപ്പൊ നമ്മുടെ അടുത്ത നോമിനേഷൻ ആരാന്ന് നോക്കാം. എല്ലാ സിനിമയിലും கெட்டவன் கதை கேளு சார், கேட்கறது நல்லா இருக்கும், சுவாரஸ்யமா இருக்கும், நிறைய ட்விஸ்ட் அண்ட் டர்ன். ஜஸ்ட் பிகம் கிராஜுவேட். நடிக்க வந்தால் சினிமாவில் கதை காசு ஒரு ஃப்ளூக்கில் ஒன்று. உங்களுக்கு தொழில் தெரிஞ்சா உங்களை அசிங்கப்படுத்துவாங்க சிலர். அப்படி சின்ன சின்ன கேரக்டர்ஸ் பண்ணி கொஞ்சம் கொஞ்சமாக மக்கள் மனசில் இடம் பிடிச்சி இன்றைக்கி ஒரு தவிர்க்க முடியாத ஒரு இடத்துல நம்ம தமிழ் சினிமாவில் இருக்காங்கன்னா அது நம்ம மக்கள் செல்வன் விஜய் சேதுபதி ஆகும். 2022 என்னையா சார் இன்னும் பிடிச்சி உள்ளே போடல? ஏன்னா உங்கள் தொழில் நடக்கணும்னா என் தொழில் நடக்கணும். மாட்டின சரக்கு என்னோடது. அதோட மதிப்பு என்னன்னு தெரியுமா? என் சரக்கு என் கையில் கிடச்சுன்னா உன் கவர்மெண்ட்டுக்கெல்லாம் நான் வர தேவையில்லை. നമസ്കാരം.
അപ്പൊ നമുക്ക് അടുത്ത നോമിനേഷൻ ആരാ നോക്കിയാലോ? നോമിനേഷൻ പ്ലീസ്. കൊച്ചിയിൽ പഞ്ഞിക്കിടറെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശിവൻകുട്ടി? വോട്ട് ജെട്ടിയിലെടുക്കുമ്പോൾ പലക തട്ടി പൊട്ടിപ്പോകാണ്ടിരിക്കാനുള്ള ഒരു പഴയ ഏർപ്പാടാ. റബ്ബറും ടയറും ഒക്കെ വരണതിന് കുറേ മുമ്പാ. നല്ല കട്ട പഞ്ഞി പലക മേലങ്ങാട്ട് അടിച്ചടിച്ചടിച്ച് ചേർക്കണം. പഞ്ഞി ഏതാണ് പലക ഏതാണെന്ന് മനസ്സിലാവരുത്. മനസ്സിലായ? ഇത് കുറക്കേണ്ടവരുടെ എണ്ണം കൂടും. നിങ്ങളൊരു മമ്മൂക്കയെ കുറിച്ച് പ്രത്യേകിച്ചൊരു അവതരണത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം 2022 ഇറങ്ങിയ ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ മൈക്കിളപ്പനായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അളിയനെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കണ? ബാക്കി വീട്ടിൽ പോയിട്ട് കുടിക്കാം. ഭായ്, ഇത് സ്ഥലം വേറെയാണ്. ലോക്കൽ പോലീസ് പോലും ഇവിടെ ഒന്നും മുട്ടാറില്ല. ഞാൻ ലോക്കലാണെന്ന് എന്നോട് അതാ പറഞ്ഞ. എങ്ങാനും ലോക്കലായ ഈ വർക്ക്ഷോപ്പ് കണ്ണാക്ക് വീടായി പോകും. എവിടെ ബോംബേക്കാർ ജാവോ എന്ന് പറയണം. ജാവോ. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത നോമിനേഷൻ ആരാണെന്ന് നോക്കാം. I am not a gangster. ആരാണ് അയാൾ? കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? I am sinister. അത് ഒരവതാരമാണ്. I am Lucifer. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ 2022 പുറത്തിറങ്ങിയ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന അടിപൊളി ചിത്രത്തിലെ ഒരു അടിപൊളി കഥാപാത്രം മനോഹരമാക്കിയ നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ഞാൻ കുറച്ച് വൈകി പോയി എന്നറിയാം. കുറച്ചൊന്നുമല്ല, 50 മിനിറ്റ്. നാറാപിള്ള ചേട്ടൻ, സൗദാമിനി ചേച്ചി. സൗദാമിനി ചേച്ചിയുടെ ഇടുപ്പ് വലി എങ്ങനെയുണ്ട്? പ്രസിഡന്റിന്റെ ഭാര്യയുടെ നടുവേദന ഫേമസ് ആയോ? ഇവിടുത്തെ കണ്ട അഴുക്ക വൈദ്യന്മാര് പണിഞ്ഞിട്ട് ഫലം കിട്ടില്ലേ പറയണം. കാട്ടാക്കട ഒരു ഞെരിപ്പസിദ്ധനുണ്ട്. എവിടുന്നൊക്കെ കൊണ്ടുവന്ന് കൊത്തി അരിഞ്ഞ വേര് പറിച്ചെടുത്തല്ല നുള്ളിയെടുത്ത പൂവ്, എവിടുന്നൊക്കെ പോയി പിടുങ്ങിയെടുത്ത കായ്കറികള്, ഇതെല്ലാം കൂടി ഇട്ട് ഞെവിടി പിഴിഞ്ഞ് കരിപ്പട്ടിയിലിട്ട് 200 മില്ലി റെമ്മലിട്ട് ഒറ്റ ഇളുപ്പ് ഒറ്റ മൂലി. ചേച്ചിയുടെ ഇടുപ്പ് ഡങ്ങനെ ഡബിൾ കണ്ടീഷൻ. എന്ത് ചെല്ല ഒറ്റ മൂലി വേണ. ഇവിടെ വന്ന് നിൽക്കാമോ? അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 4 പേര് ഇവരൊക്കെയാണ്. ഞാൻ ടെൻഷൻ അറിയിക്ക ഒരു കാര്യം. അതെ, എന്ത് നമ്മൾ ഇവരെ നിർത്തിയിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് മോശമാണ്. എന്ത് വിചാരിക്കും? ഇത്രയും നേരം ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കൂലേ? നിങ്ങളൊന്ന് തീരുമാനിക്കുവോ? അല്ല, അത് നമുക്കിങ്ങനെ ഇവർക്ക് മാർക്കിടാൻ നമ്മളായിട്ടില്ല. അല്ലേ, അത് വേണ്ട. ഈ 2022 ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മാർക്കിട്ടാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റും. ഞങ്ങൾ ഇവരെ ഒന്ന് അപ്പുറത്തേക്ക് ക്യാബിനിലേക്ക് ഇരുത്താം. നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യും പ്ലീസ്. സർ പ്ലീസ്. അവിടെ ഇരിക്കാം സാർ. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എല്ലാ വർഷത്തെ പോലെ ശരിക്കും ഞാൻ പറയാം അജയ്, നമുക്ക് ആ ഉദ്യമം ബാലേനെ ഏൽപ്പിക്കാം. ബാലയാകുമ്പോ കുഴപ്പമില്ല. ബാലയാകുമ്പോ ബാലക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്താ പറയുന്നറിയോ? നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഇവിടെ യാഷ് ഉണ്ട്, വിജയ് സേതുപതി ഉണ്ട്, ഉണ്ട്. ഒരു മിനിറ്റ് ഇക്ക, വേറൊരാളവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആരാണത്? അത് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ടിംടോങ് ചാക്കോ. വിളിക്കട്ടെ, വിളിക്ക് പ്രസിഡന്റ്. സാറേ നിങ്ങൾ ഇവിടുന്ന് വരുമോ? സത്യമായിട്ട് ഞങ്ങൾ
ഭയങ്കര സർപ്രൈസ് ആയി പോയി. സത്യമായിട്ടും വിളിക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. ഫോൺ നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ എഴുതിയെടുത്തു. പറഞ്ഞോ സാർ. 9 4 6 6 ഓക്കെ അല്ലേ? ഓക്കെ. ഒന്ന് വിളിച്ച് എനിക്ക് നമ്പർ മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ആദ്യം മനസ്സിലായെന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ പറയുമോ? ആ പറയുന്നു പറഞ്ഞു. ഫോൺ ഇഷ്ടമാണോ? ഫോൺ ഇഷ്ടമാണ്. എനിക്ക് ഫോൺ ഇഷ്ടമാണ്. അയ്യോ ഫോൺ ഇഷ്ടമാണോ? ഫോൺ ഇഷ്ടമാണ്. കളഞ്ഞേക്ക്. അയ്യോ എന്റെ ഫോൺ ഞാൻ എങ്ങനെ കളയും? ഞാൻ കളയാം. അയ്യോ എന്റെ ഫോൺ. എനിക്ക് ഫോണില്ല. എനിക്ക് ഫോണില്ല. പ്രസിഡന്റ് എന്റെ പുതിയ ഫോണായിരുന്നത്, അതിന്റെ കണക്കും കൂടെ എഴുതി വെച്ചോണം. അയ്യോ എന്താ പ്രശ്നം? പ്രശ്നമില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഞങ്ങളൊരു അവാർഡ് സാറിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പറയട്ടെ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് അറിയോ? 1947 ഓഗസ്റ്റ് 15 ആണല്ലോ. അപ്പൊ അന്ന് സ്വാതന്ത്ര്യം കിട്ടി. എന്നോട് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ചോദിച്ചോളൂ. ഞാനിപ്പോ എന്ത് ചോദിക്കാനാണ്? എന്നെ വരാൻ പറഞ്ഞത്? അല്ല, ഇവിടെ കുറെ സൂപ്പർ താരങ്ങൾ വന്നിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, പിന്നെ വിജയ് സേതുപതി, യാഷ്. ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഞങ്ങൾ കൊടുക്കുകയാണ് ഞങ്ങളുടെ ക്ലബ്ബ്, സിനിമ ടാക്കീസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ നിന്ന്. അപ്പൊ സാറിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ സാറിന്റെ നമ്പർ കിട്ടാത്തോണ്ടാ വിളിക്കാത്തത്. അത് എനിക്കാണ് തരേണ്ടത്. എനിക്കാണ് കിട്ടേണ്ടത്. എനിക്കാണ് കിട്ടേണ്ടത്. കാര്യം 2022 ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയതാരാ? ഞാനാ. യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. അറിയാം. മനസ്സിലായില്ലേ? മാത്രമല്ല ഞാൻ പുഴു പിടിക്കും. ബ്രേക്ക് ഡാൻസിലെ പുഴു പിടിക്കും. എവരാരെങ്കിലും പുഴു പിടിക്കുമോ? ഇല്ലല്ലോ. നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് വലിയൊരു ആരാധന. എത്ര സിനിമകളെ കണ്ടേക്കണേ സാറ്. ഒരു സെൽഫി ഒറ്റ സെൽഫി അല്ല സാർ, ഒന്ന് ജസ്റ്റ് ബാ. ഇങ്ങനെ ഒന്ന് ചിരിച്ചേക്ക്. സാറ് ഒരു സെൽഫി അല്ലേ ചോദിച്ചത്? കിട്ടിയില്ല. പോകോളൂ. പോയിക്കോ. അല്ല ഫോൺ എടുത്തെറി. അപ്പോഴേ സാറേ അത് ഇവിടെ 4 പേര് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് വന്ന സ്ഥിതിക്ക് ആ അവാർഡ് സാറ് കൊടുപ്പിച്ചാലോ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. അപ്പൊ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കൈ കൊണ്ട് ഈ അവാർഡ് ആ വ്യക്തിക്ക് സാറ് കൊടുക്കണം. അവർക്ക് കൊടുക്കണം. ഞാൻ കൊടുക്കണം. എന്റെ ഞങ്ങൾ വിളിക്കാം. വിളിച്ചാലോ നമുക്ക്? അല്ല ഓടാനല്ല, അവാർഡ് കൊടുക്കാനാ പറഞ്ഞത്. അയ്യോ അവാർഡ് കൊടുക്കാനാ പറഞ്ഞത്. അയ്യോ സാറ് പോവല്ലേ? എന്തുമായിട്ട് നോക്കി നിൽക്കാൻ.